Hello guys, I am back with another ചൂടേറിയ ടോപ്പിക്. കാരണം ഈ തണുപ്പുള്ള വയനാട്ടിൽ ഒരു ചൂടേറിയ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേഷ്യൻസിൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താ അറിയോ? അവരെന്നോട് പറയും, ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻറ്റും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പേഷ്യൻറ്റും വരുമ്പോൾ അവർ കോമൺലി പറയുന്ന ഒരു കാര്യമാണ്, മദ്യം പെട്ടെന്ന് പിടിക്കും, ഡ്രഗ്സ് അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റില്ല. വളരെ കോൺഫിഡൻറ്റോടുകൂടി പിള്ളേർ പറയും. കാരണം മദ്യം അടിച്ച ഒരാളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം അടിക്കുഴയും അല്ലെങ്കിൽ മണക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഡ്രഗ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പെട്ടെന്നൊന്നും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പം അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനപ്പുറമായൊരു ന്യൂസാണ് ഞാൻ ഇന്നലെ കണ്ടത്. സോ ഐ തോട്ട് ഐ ഹാവ് ടു സ്പീക്ക് അബൌട്ട് ദിസ്. ഇതാണ് നമ്മുടെ ന്യൂസ്. കോഴിക്കോട് നഗരത്തിൽ ബസ്സുകളുടെ അമിതവേഗതയും നിയമലംഘനവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയത്. പെരുമണ്ണ ബസ് സ്റ്റാൻഡിൽ വെച്ച് കോഴിക്കോട് പെരുമണ്ണ റൂട്ടിലോടുന്ന റോഡ് കിങ് എന്ന സിറ്റി ബസ്സിലെ ഡ്രൈവറാണ് അറസ്റ്റിലായത്. പോലീസ് പെട്രോളിംഗ് സമയത്ത് ഡ്രൈവർ സീറ്റിലിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നതായി കാണുകയും ബസ്സും ഡ്രൈവറെയും പരിശോധിക്കുകയും ചെയ്തതിൽ നിന്ന് ഡ്രൈവറുടെ കയ്യിൽ നിന്നും പകുതി വലിച്ച കഞ്ചാവ് വീടി കണ്ടെത്തുകയും അസ്വാഭാവികമായി പെരുമാറിയ പ്രതിയെ ചോദ്യം ചെയ്തതിൽ കഞ്ചാവ് വലിച്ചിട്ടുള്ളതായി സമ്മതിക്കുകയുമായിരുന്നു. ആഹാ, വളരെ സിമ്പിൾ അല്ലേ. കോഴിക്കോട് ഒരു ബസ് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ കഞ്ചാവ് യൂസ് ചെയ്യുന്നത് പോലീസുകാർ പിടിക്കുന്നു. അപ്പം അതിനെപ്പറ്റിയൊക്കെ വളരെ വിശദീകരിച്ച് ന്യൂസ് ഇതിൽ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ കേസിൽ നിന്ന് വളരെ ക്ലിയർ ആണ്, ഈ പർട്ടിക്കുലർ വ്യക്തി കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ജോലിക്ക് കയറുന്ന സമയത്തും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്തും കഞ്ചാവ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്തത്. ഇന്നത്തെ ഒരു ജനറേഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാരില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു ഹൈ എമൗണ്ട് ഓഫ് ആൾക്കാർ മദ്യമല്ലാത്ത ഡ്രഗ്സിനും അഡിക്റ്റ് ആയിട്ടുണ്ട്. അത് പെട്ടെന്നൊന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരുപാട് ആൾക്കാരെ നമുക്ക് പിടിക്കാൻ പറ്റാത്തത്. ഈ ബസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ ഡെയിലി പോകുന്ന ഒരാളാണ്. ഞാൻ രാവിലെയും വൈകുന്നേരവും ബസ്സിൽ തന്നെയാണ് കയറുന്നത്. ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഡ്രൈവ് ഒന്നും ചെയ്യേണ്ട, നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, എന്തെങ്കിലും ഒന്ന് പാളിപ്പോയാൽ നമുക്ക് ആരോഗ്യ പ്രശ്നം വരും. അപ്പോൾ ഒരു ബസ്സിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 50 ആളെയൊക്കെ കൊണ്ടുപോകുന്ന ഡ്രൈവർ ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ മനുഷ്യൻ്റെ സേഫ്റ്റി അല്ലേ? ആ ബസ്സിലിരിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി ഇത് അല്ലെങ്കിൽ ഈ സേഫ്റ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസുകാർ ഈ പർട്ടിക്കുലർ കേസ് പിടിച്ചതും ഇത് ന്യൂസാക്കിയതും പിന്നെ പുള്ളിക്കാരൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് പോകുന്നത് അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ലൈഫ് പാറ്റേണിലോട്ട് പോവുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് അവർ നെക്സ്റ്റ് വേൾഡ് ഇസ് ഗോയിങ് ടു ബി. സോ ഇതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, പൊതുനിരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ പിടികൂടാൻ പുതിയ സംവിധാനവുമായി പോലീസ്. ഉമിനീർ പരിശോധനയിലൂടെ ലഹരി ഉപയോഗിക്കുന്നവരെ പിടികൂടുന്ന പുതിയ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ തലസ്ഥാനത്ത് പ്രയോഗിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ നാർക്കോട്ടിക് സെല്ലാണ് ലഹരിക്കെതിരെ പുതിയ ആയുധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതാണ് സാക്ഷാൽ സോട്ടോക്സ് ടെസ്റ്റ് മൊബൈൽ സിസ്റ്റം. ഇവൻ എന്താണെന്ന് ഇനി സാറ് തന്നെ പറയും. നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ആളുകളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ്, അതുപോലെ തന്നെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, അതിൻ്റെ വെളിച്ചത്തിലായിരുന്നു നിയമ നടപടികൾ സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് നിയമപരമായി തെറ്റാണ് എന്നറിഞ്ഞതുകൊണ്ട് ഇവരുടെ സലൈവ, ഉമിനീർ കളക്ട് ചെയ്ത് ഈ മെഷീനറിയിൽ ഇഞ്ചക്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുന്ന പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ. പോസിറ്റീവ് ആണെങ്കിൽ നിയമ നടപടിക്ക് വിധേയമാകും. എൻ്റെ പേഷ്യൻസിനൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന ഒരു സാധനമാണിത്. നമ്മുടെ കൊച്ചി ഭാഗത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കേരളത്തിൻ്റെ എല്ലാ ഏരിയയിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആൾക്കാർ ഇതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ കഞ്ചാവ് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് തടയാൻ പറ്റും. പ്രിവെൻഷൻ വാസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നില്ലേ? അതേ എനിക്ക് ഇവിടെയും പ്രത്യേകിച്ച് പറയാനുള്ളൂ. നമ്മളെ ഇന്നത്തെ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാന്നുള്ളത് ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർക്ക് വരെ അറിയാം. നമ്മുടെ പോലീസ് ഫോഴ്സിനാണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിനാണെങ്കിലും അതോറിറ്റിക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇതിനെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള സിസ്റ്റം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ ജില്ലകളിലും വരികയാണെങ്കിൽ നമുക്ക് കുറേ ഇങ്ങനത്തെ ഇഷ്യൂസും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ബസ് സ്റ്റാൻഡുകളിലാണെങ്കിലും ടൗണിലാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മാസീവായിട്ട് പോലീസുകാർ വന്ന് ഇങ്ങനത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജനറേഷനെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അപ്ബ്രിങ് ചെയ്യാൻ പറ്റും.
ഉപയോഗിച്ച് ഒരു അഡിക്ഷൻ ലെവലിലോട്ട് എത്തുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരെ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. മേഖലയിൽ വർക്ക് ചെയ്യുന്നതിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അഡിക്ഷൻ തന്നെയാണ്. എത്രത്തോളം നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് വിട്ടാലും അതിൽ നിന്നൊരു തിരിച്ചറിവ് കിട്ടാണ്ട് വീണ്ടും ഇതേ കണ്ടീഷനിലോട്ട് പോകുന്ന എത്രയോ വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതൊരു വ്യക്തിയുടെ തലച്ചോറിനെ, ബുദ്ധിനെ, ബോധത്തെ, പെരുമാറ്റത്തെ, സ്വഭാവത്തെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. സാധനം നമ്മളുടെ എല്ലാ മേഖലയിലും ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് നല്ലതാണ്. ഇപ്പോഴത്തെ യൂത്താണ് നമ്മളുടെ ഇനി സൊസൈറ്റീനെ ബ്രിങ്ങപ്പ് ചെയ്ത് വരുന്നത്. സോ ഗൈസ്, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും, ഏതെങ്കിലും ടീച്ചേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരണം. സ്കൂൾസിലാണെങ്കിലും കോളേജസിലാണെങ്കിലും ദാറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദിസ്. ആൻഡ് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് നിങ്ങളുടെ കുട്ടികളെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെയോ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ നല്ല ചികിത്സാലയത്തിൽ വളരെ ചെറിയ പ്രായത്തിലാണെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പം തന്നെ കുട്ടീനെ എത്തിക്കുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഈ കണ്ടീഷനിൽ നിന്ന് മാറ്റി കൊണ്ടുവരിക. ഓക്കെ, സോ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.